നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടിക്കാൻ അണികളെ ഉന്തിത്തള്ളി വിടുന്ന ഒരു നേതാവ് മുൻപുണ്ടായിട്ടില്ല. എല്ലായ്പ്പോഴും സംയമനത്തിനാണ് ഞാൻ ആഹ്വാനം ചെയ്തത്. ഹൈക്കോടതി തോന്നുന്നത് പറയും. മാധ്യമങ്ങൾക്ക് മുൻപിൽ നല്ലവനായ ഉണ്ണി കളിച്ചും ഹൈക്കോടതിയെ വിമർശിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള ബസിന് മുന്നിൽ ചാടി പ്രതിഷേധം നടത്തിയവരോട് സംയമനം പാലിക്കുകയാണ് ഞാൻ ചെയ്തതെന്ന മുഖ്യന്റെ പ്രസ്താവന വൻ കോമഡിയായിട്ടുണ്ട്. തല്ലാൻ ആളെ ഇറക്കിയ ടീമാണ് വന്നിരുന്ന് വാചകമടിക്കുന്നത്. അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ ഇതിനു മുൻപ് കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ? സംയമനം പാലിക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അപ്പോഴും അടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ അത് കാണുന്നില്ലേ? ആലപ്പുഴയിൽ നവകേരള സദസ്സിൽ പങ്കെടുത്ത ഒരാൾക്കെതിരെ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായി, മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ മുഖ്യമന്ത്രി പോലീസിനെ ന്യായീകരിക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് കേസെടുക്കുന്നത് അവരുടെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. പോലീസ് നടപടി തെറ്റാണെന്ന് മാധ്യമങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സാധാരണ മാധ്യമ പ്രവർത്തനം ഗൂഢാലോചനയല്ല. അതിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് ഗൂഢാലോചനയാകുന്നത്. ഗൂഢാലോചന അല്ല എന്ന് തെളിവുണ്ടെങ്കിൽ അത് ഹാജരാക്കിക്കോളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാധ്യമ പ്രവർത്തനമായി നടത്തണം. അതിനാരും ഇവിടെ തടസ്സമുണ്ടാക്കുന്നില്ല. പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗൂഢാലോചനയുടെ പേരിലാണ്. ഞാനത് പരിശോധിക്കേണ്ട കാര്യമില്ല. പോലീസ് പറയുന്നതിൽ എനിക്ക് വിശ്വാസക്കുറവില്ല. മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്തുന്നവരുണ്ട്. ഒച്ച ഉയർത്തി കാര്യം നടത്താമെന്ന് ആരും കരുതണ്ട, മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇടുക്കി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായതിലും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചതായി കാണണ്ട. ഹൈക്കോടതി അവിടെ ഇരുന്നിട്ട് പറയുന്നത് സർക്കാരിനെതിരാണെന്ന് വ്യാഖ്യാനിക്കേണ്ട. തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു. അതിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കും. 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1600 രൂപയാക്കി നൽകുന്നത് ആരും പറഞ്ഞിട്ടല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സ് അത്യപൂർവമായ അധ്യായമായി. പദ്ധതികളുടെ പൂർത്തീകരണത്തിനും നാടിന്റെ മുന്നോട്ടു പോക്കിനുമായി കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നേറുന്നതിനുള്ള ജനപിന്തുണയാണ് നവകേരള സദസ്സിലൂടെ സർക്കാർ നേടിയത്. വമ്പിച്ച പങ്കാളിത്തത്തിലൂടെ കേരള ജനത പിന്തുണച്ചു. നിലപാട് മാറ്റം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ശ്രമങ്ങൾ അതിനായി വേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എന്തായാലും മുഖ്യമന്ത്രി വലിയ പ്രഹസനമാണ് കാണിച്ചു കൂട്ടിയത്. ഞാൻ സംയമനത്തിനാണ് ആഹ്വാനം ചെയ്തതെന്ന്. അതെ, അത് നമ്മൾ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ എത്തിയപ്പോഴത്തേക്ക് മനസ്സിലാക്കി വലിയ സംയമനത്തിന്റെ ആളാണ് മുഖ്യമന്ത്രി എന്ന്. പോലീസിനെ പോലും വിശ്വാസമില്ലാതെ കൂടെ ഡിവൈഎഫ്ഐ ഗുണ്ടകളെ കൊണ്ടുപോയ ആളാണ് ഇപ്പോൾ വന്നിരുന്ന സംയമനത്തിന്റെ കാര്യം പറയുന്നത്. ഇതിനിടെ പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിനെതിരെ കോൺഗ്രസ് പ്രഖ്യാപിച്ച DGP ഓഫീസിലേക്കുള്ള മാർച്ചിൽ വലിയ സംഘർഷം. മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ ബാനറുകൾ കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു. പോലീസിന് നേരെ കല്ലേറുണ്ടായി. പ്രവർത്തകർ അക്രമാസക്തരായതോടെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗം പാതി വഴിയിൽ അവസാനിപ്പിച്ചു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട K സുധാകരൻ അടക്കമുള്ള നേതാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ VD സതീശൻ പ്രസംഗം പാതി വഴിയിൽ അവസാനിപ്പിക്കുകയായിരുന്നു. K സുധാകരനും MM ഹസനും ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രവർത്തകർ വാഹനങ്ങളിൽ കയറ്റി സ്ഥലത്തു നിന്ന് മാറ്റുകയായിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് നടപടിയെന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത്. കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് സംഘടിച്ച് പ്രതിഷേധിക്കുകയാണ്.